വിനോദ് ഗത്തൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. ഒരു ബാങ്കിൻ്റെ ഇൻഫർമേഷനാണ്. എല്ലാവർക്കും സൗദിയിലുള്ള എൻ്റെ പ്രവാസി ചിലപ്പോൾ ഈ ബാങ്കിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണിത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അറിയുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സൗദിയിലുള്ള നമ്മുടെ എല്ലാ പ്രവാസികൾക്കും ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ അത്രയും ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സബ്സ്ക്രൈബർ കൂടി ഈ ബാങ്കിനെ കുറിച്ച് കൂടുതൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം കൂടുതൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ, റമദാൻ ടൈമല്ലേ. കഴിഞ്ഞ കൊല്ലം ഞാൻ നോമ്പെടുത്തു. ഇപ്പോൾ ഈ പ്രാവശ്യം റമദാനിൽ ഞാൻ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 26ാമത്തെ നോമ്പായി. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ക്ഷീണം വരുമ്പോഴൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റിയുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുക. പിന്നെ ആ ബാങ്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കാരണം ബാങ്കിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് കൂടി കരുതിയാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ആ സബ്സ്ക്രൈബറോട് ഞാൻ ആദ്യം തന്നെ ഒരു സോറി കൂടി പറയണം, ഇത്ര ലേറ്റ് ആയതെന്ന് കൂടി ഇട്ടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഗൂഗിളിൽ ബാങ്ക് എക്സ്ചേഞ്ച് സെൻറ്ററുകളിൽ, അതായത് വെബ്സൈറ്റുകളിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ബാങ്ക് റേറ്റ് കാണിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണിത്. ആ ബാങ്കിൻ്റെ പേരാണ് എമിറേറ്റ്സ് NBD എന്നാണ് ആ ബാങ്കിൻ്റെ പേര്. എമിറേറ്റ്സ് NBD KSA എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. പക്ഷെ നമുക്കതിലൊരു ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമല്ല. കാരണം മുൻപൊക്കെ ഇവർ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യായിരുന്നു, ഗൂഗിൾ വഴി ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫയൽ അവിടെ ക്രിയേറ്റ് ആവും, പക്ഷെ അതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഈ നമ്മുടെ ഇതിൽ സൗദി അറേബ്യയിലുള്ള ഒരുപാട് ബാങ്ക് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ എക്സ്ചേഞ്ചുകൾ, അതിനെക്കുറിച്ചുള്ള ആപ്ലിക്കേഷനുകൾ, പിന്നെ ബാങ്കുകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബാങ്ക് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ട് 2004 തുടങ്ങിയൊരു ബാങ്കാണ്. ഈ ഇടയായിട്ടാണ് കുറച്ച് പൊങ്ങി വന്നത് ഇവർ. ഞാൻ പറഞ്ഞു, എക്സ്ചേഞ്ച് സെൻറ്ററുകളിലെ ടോപ്പ് ലെവലിലേക്ക് എത്തിയത് ഈ ഇടയായിട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ബാങ്കിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എനിക്ക് കിട്ടി. നേരിട്ട് പോയി അന്വേഷിച്ചു. ഒരു അക്കൗണ്ട് കൂടി ഞാൻ അതിൽ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ്, കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻ്റെ അത്രയും സബ്സ്ക്രൈബർ ഈ വീഡിയോസ് കാണും. അപ്പോൾ അവർക്കൊക്കെ കൂടി ചിലപ്പോൾ ഉപകാരപ്പെടും വീഡിയോ. ഇങ്ങനെ ഒരു അക്കൗണ്ടും കൂടി ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ സൗദി അറേബ്യയിൽ 2004 എമിറേറ്റ്സ്, അതായത് എമിറേറ്റ്സും സൗദി അറേബ്യയും കൂടി ടൈപ്പ് ചെയ്തൊരു 2004 തുടങ്ങിയൊരു ബാങ്കാണ് എമിറേറ്റ്സ് NBD എന്ന് പറയുന്നത് ബാങ്ക്. ഇത് ജിദ്ദ, പിന്നെ റിയാദ്, ദമാം, അൽ ഖസീം, തബൂക്ക്, എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ വൺ ഓഫ് ദ ടോപ്പ് സർവീസ് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അക്കൗണ്ട് എടുക്കാനും വളരെ സിമ്പിളാണ്. കൂടുതൽ പേപ്പറും വർക്കും ഒന്നും ഇവർ ചോദിക്കുന്നില്ല. സിമ്പിളായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ മൊബൈൽ നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഫയലും ഉണ്ടാവും. ആ ഫയൽ ഇല്ലെങ്കിലും കുഴപ്പം, നിങ്ങളുടെ അടുത്തുള്ള എമിറേറ്റ്സ് NBDയുടെ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ഞാൻ പോയത് ഖുറൈസിലെ ബ്രാഞ്ചിലാണ്. അതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ ലൊക്കേഷൻ വഴി പോകാം. അതായത് ഇവരുടെ ഗൂഗിളിൽ നിന്നുള്ള സൈറ്റിൽ കയറിയിട്ട്, ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ, നമ്പറൊക്കെ അടിച്ചിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരെന്നെ പറയുന്നുണ്ട് ബാങ്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കോൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയി എനിക്ക് ഏതാണോ നിയർ ആയിട്ട് അടുത്തായിട്ടുള്ള ബ്രാഞ്ച് ഞാൻ നോക്കുമ്പോൾ ഖുറൈസിലെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഹബീബ് ഹോസ്പിറ്റലിന് കരിഫോറൊക്കെ കഴിഞ്ഞിട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ ഭാഗത്ത് അൽസദാൻ്റെ അവിടെ വരുന്ന ഒരു ബ്രാഞ്ചിന് അവിടെയാണ് ഞാൻ പോയത്. അവിടെ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു രജിസ്റ്റർ ആയിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ പറഞ്ഞു എൻ്റെ മൊബൈൽ നമ്പർ അടിച്ച് നോക്കിയാൽ, മൊബൈൽ നമ്പർ അടിച്ച് നോക്കുമ്പോൾ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ആയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ടോക്കൺ നമ്പർ എടുത്തു. നമ്മൾ കസ്റ്റമർ സർവീസിൻ്റെ ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അവരുടെ മെഷീനിൽ. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു നമ്പർ വന്നു. ആ നമ്പർ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞു, രജിസ്റ്റർ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. അവരൊരു ടാബ് കൊടുത്തു തന്നു. ആ ടാബ് അവരുടേതായ ഒരു ടാബ് ഉണ്ട്, ബാങ്കിൻ്റെ തന്നെ ടാബ് ഉണ്ട്. ആ ടാബിൽ നമ്മൾ
രജിസ്റ്റർ ചെയ്യുക. അതിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഫോമും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റലായോ, അഡ്വാൻസ്ഡ് ആയി എല്ലാ സിസ്റ്റവും, അഡ്വാൻസ്ഡ് ആയി എല്ലാ ബാങ്കും. അപ്പോൾ അതിലെന്താ ചെയ്യുക, നമ്മൾ നെയിം, ഇക്കാമ നമ്പർ എല്ലാം കൊടുക്കുക, കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. പക്ഷെ കമ്പനി, നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അത് അവർ ആദ്യം പറയുന്നുണ്ട്, ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ പേര് അതിൽ കാണിക്കില്ല. പക്ഷെ ഏത് കമ്പനിയുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, നഫാത്ത് ഇതിലുണ്ടായിരിക്കും, നിങ്ങളുടെ മൊബൈലിൽ നഫാത്ത് ഉണ്ടായിരിക്കും. കാരണം നഫാത്ത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, 2 മൊബൈലൊക്കെ ഉണ്ടായിരിക്കും. ഒരു മൊബൈൽ റഫായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു മൊബൈലിലായിരിക്കും നഫാത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ മൊബൈലും കൂടി കൊണ്ടുപോകാൻ മറക്കരുത് നിങ്ങളുടെ കൂടെ ബാങ്കിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിൽ ഓപ്പൺ ആക്കിയാൽ, നഫാത്ത് ഓപ്പൺ ആക്കിയാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ബാക്കി 2 ഫോം ഉണ്ട്. ആ ഫോമിൽ നമ്മുടെ പേര്, കംപ്ലീറ്റ് പേര്, ഇക്കാമയിലുള്ള കംപ്ലീറ്റ് പേര് എഴുതി കൊടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുക. 2-3 സൈനുകൾ മേടിക്കുന്നുണ്ട്, അതെല്ലാം വായിച്ചു വെക്കുക. പിന്നെ പ്രത്യേകിച്ച് അത് വലിയ നിബന്ധനകളൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തെങ്കിലും ടാക്സിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുള്ളതല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിന്റെ ഞാൻ രജിസ്റ്റർ ചെയ്തതിൻ്റെതൊക്കെ ഞാൻ അതിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ ബേസിക് സാലറി എത്രയാണ് ചോദിക്കുന്നുണ്ട്, എത്രയാണ് നിങ്ങൾക്ക് സാലറി കിട്ടും. ബേസിക് സാലറി അല്ല, എത്രയാണ് ടോട്ടൽ സാലറി കിട്ടുക. അത് നമ്മളെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ ഹൗസിംഗ് അലവൻസും സാലറി എല്ലാം കണക്കൂട്ടിയിട്ട് എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് കിട്ടുന്നതായ ഒരു എമൗണ്ട് കൊടുക്കുക. പിന്നെ അതിൽ പറയുന്നുണ്ട് മിനിമം എത്രയാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത്. ഞാനൊരു 10 കൊടുത്തത്, കാരണം നമ്മൾ അതിൽ കുറവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് നമ്മൾ സെൻഡ് ചെയ്യണ, നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മിനിമം ഇത്ര അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം വരണ്ട എന്ന് കരുതി ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. 10-ന് മേലെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ 10,000 റിയാലാണ് കൊടുത്തത്. കാരണം നമുക്ക് അത്ര കിട്ടിയിട്ടൊന്നല്ല, എന്നാലും നമ്മളിനി പിന്നീട് ഒരു പ്രശ്നങ്ങൾ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ATM കാർഡ് അവർ തന്നെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് തരും, എല്ലാം ചെയ്ത് റെഡിയാക്കി തരും. നമുക്കത് പുറത്ത് ടെല്ലർ മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പുറത്ത് ATM മെഷീൻ അവിടെ പോയിട്ട് നമുക്ക് അതിൽ ക്യാഷ് വേണമെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ പാസ്വേഡ്, അവർ പിൻ നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. ഒരു മെഷീൻ തന്നിട്ട് അതായത് ഫിംഗർ വയ്ക്കല്ല, പിൻ അടിക്കാൻ പറയുന്നുണ്ട്. ആ പിന്നാണ് നമ്മൾ ATM-ന് പിന്ന് വരിക. അത് എപ്പോഴും ശ്രദ്ധിച്ചു വയ്ക്കുക, പിന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. പിന്നെ റീസെറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും പോയിട്ട് വീണ്ടും. അപ്പോൾ ദൂരം വഴിക്കുന്ന ടാക്സി പിടിച്ച് വരുന്നവരെ അവരൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ പോയിട്ട് അത് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളടിക്കുന്ന പിൻ നമ്പർ 4 ഡിജിറ്റൽ നമ്പറാണ് വരിക. 4 നമ്പർ നമ്മൾ ഓർമ്മ വയ്ക്കുക എപ്പോഴും. എന്നിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ATM കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ പോകാം. പിന്നെ നമ്മൾ ഈ ATM കാർഡിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിൻ്റെ എമിറേറ്റ്സ് NBD KS എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഫോർമാലിറ്റീസ്, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കൊരു യൂസർ നെയിം കിട്ടും. ആ യൂസർ നെയിം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് മെസ്സേജ് ആയിട്ടാകും വരിക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മെയിൽ ID ഏതാണോ കൊടുക്കുന്നത്, ബാങ്കിലെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ മെയിൽ ID ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ സിമ്പിളായിട്ട് ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ആ മെയിൽ ID കൊടുക്കുന്ന ആ മെയിൽ IDയിലേക്ക് കറക്റ്റായിട്ടൊരു യൂസർ നെയിം വരും, അത് ശ്രദ്ധിക്കുക. പിന്നെ അത് ഞാൻ ആദ്യം റോങ്ങാണ് കൊടുത്തത്, പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ്, ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നമുക്ക് അതിൽ കുറച്ച് കോളുകൾ വരും. നമ്മൾ ഓരോ ഒതൻറ്റിക്കേറ്ററിൻ്റെ നമ്മൾ അപ്രൂവൽ കൊടുക്കുമ്പോഴും, അതായത് നമുക്ക് കോൾ ചെയ്യാം. അവർ ഫ്രീ കോളാണ്, ടോൾ ഫ്രീ നമ്പറിന് അവർ വിളിക്കുക. അത് നമ്മൾ അവർ നമ്പർ പ്രസ് ചെയ്യാൻ പറയുമ്പോൾ നമ്പർ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ആദ്യം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, അത് ഞാൻ ആദ്യം കാണിക്കാം. അത് കാണിച്ചിട്ട് പിന്നെ ഞാൻ മറ്റേ ബാങ്കിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ബാങ്കിലത്തെ ഞാൻ ചെയ്തുള്ള കാര്യങ്ങൾ കൂടുതൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ 1-2 ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്കിയുള്ള ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് നമ്മൾ ഫയൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനത് ലാപ്ടോപ്പിലാണ് തുറന്നിട്ടുള്ളത്. ലാപ്ടോപ്പിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ചിൽ എമിറേറ്റ്സ് NBD എന്നടിക്കുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ മൊബൈലിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ മൊബൈലിലും ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ അക്കൗണ്ട് എന്നുകൊണ്ട് ഒരു സംഭവം വരും. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ അക്കൗണ്ടിൽ കൊടുക്കുക. ഓപ്പൺ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ താഴെ അപ്ലൈ നൗ എന്ന് കണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആ സൈഡിലൊരു വിൻഡോ വരും, ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റത്തത് നമ്മൾ നോ കൊടുക്കുക. പിന്നെ രണ്ടാമത്തത് നമുക്ക് ലോൺ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. അത് ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാത്തവർക്ക് ഇല്ലയെന്ന് കൊടുക്കാം. അതിപ്പോൾ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല.
പിന്നെ ബാക്കി ടൈറ്റിൽ പേര് നമ്മൾ ഫസ്റ്റ് പേര്, നെയിം, ഇമെയിൽ ID, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് നമ്മളെ അക്ഷർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ കറക്റ്റ് കൊടുക്കുക. അതായത് സിമ്പിളായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണിത്. ആദ്യം തന്നെ അത് കൊടുക്കുക. നമ്മളെ ഇക്കാമയിലുള്ള നമ്പർ ഇല്ല, ഇക്കാമയിലുള്ള കറക്റ്റ് പേരെന്നെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ആരായാലും ഇക്കാമയിലുള്ള കറക്റ്റ് പേരെന്നെ അതേപോലെ കൊടുക്കുക, മാറ്റൊന്നും വരുത്തരുത്. കാരണം നമ്മൾ എവിടെ കൊടുക്കുമ്പോൾ ഇക്കാമയിലുള്ള കറക്റ്റ് പേരായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും നിക്ക് നെയിമായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ എത്രയാണ് നമ്മളെ എമൗണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 10,000 കൊടുത്തുള്ളത്. നിങ്ങൾക്ക് എത്ര കൊടുക്കാന്ന് വെച്ചെങ്കിൽ കൊടുക്കുക. പിന്നെ ആനുവൽ അത് എങ്ങനെയാണ് നമുക്ക് സാലറി എങ്ങനെയാണ് അത് കൊടുക്കുക. പിന്നെ അവിടെ എറർ വരാൻ കാരണം ഞാൻ കറക്റ്റ് നെയിം കൊടുത്തിട്ടില്ല, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടില്ല, എൻ്റെ മിസ്റ്റർ, പിന്നെ അടിയിൽ പേര് കൊടുക്കണം, അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എറർ വന്നത്. പിന്നെ ഇവിടെ ഇമെയിൽ ID ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് മെയിൽ വരുന്ന ഇമെയിൽ ID, നിങ്ങൾ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഒരു മെയിൽ ID ഉണ്ടാവുമല്ലോ, ആ മെയിൽ ID കൊടുത്താൽ മതി. ഏതാ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID അത് തന്നെ കൊടുക്കുക. അത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വിൻഡോ വരും. ഇവിടെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. വി ഹാവ് സക്സസ്ഫുള്ളി റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അയച്ച റിക്വസ്റ്റ് അവർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിളിക്കും എന്നാണ് പറഞ്ഞത്. 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, അവർ വിളിച്ചൊന്നുമില്ല. നമുക്ക് ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കി അവിടെ പോകണം. കാരണം ഇതിന് മുമ്പ് ഞാൻ അവരെ ബാങ്കിലെ നമ്പർ, കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു എന്തെന്ന്, ബാങ്കിൽ തന്നെ വരണം എന്ന് പറഞ്ഞിരുന്നു, വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ബാക്കി നമുക്ക് ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യണം. ഇനി ബാങ്കിൽ പോയിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ അതെല്ലാം ക്ലിയർ ആണോ നോക്കി, കറക്റ്റ് ആണോ നോക്കിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോവുക. പിന്നെ ഇതിൽ നഫാത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നഫാത്ത് ഉണ്ടായിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും, നമ്മൾ നിങ്ങൾ അക്കൗണ്ട് ഇതിൽ ചെയ്തോന്ന് ചോദിക്കും, ടാബ് കഴിഞ്ഞോന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് വരെ പ്രിന്റ് എടുത്തിട്ട് അത് ആക്ടിവേഷൻ ചെയ്ത് തരും. അപ്പോൾ ആധാർ കാർഡ് ATM കാർഡ് കിട്ടിയതിന് ശേഷം പുറത്ത് തന്നെ ടെല്ലർ മെഷീൻ ഉണ്ടാവും. അതിൽ പോയി ATM കാർഡ് ഇടുക, നമ്മളെ പിൻ നമ്പർ അടിക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അതിലെ മറ്റുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുക, പോരാ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്യാഷ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ എമിറേറ്റ്സ് MBDയിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഈ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതിന് അവർ പറയുന്നത്, ഞാൻ ചോദിച്ചപ്പോൾ ഡയറക്റ്റ് ബാങ്കിൽ ചോദിച്ചപ്പോൾ 8,000 റിയാൽ അല്ലെങ്കിൽ 8,000 റിയാലിന് മേലേക്ക് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവരെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ബാങ്കിൽ തന്നെ, അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 6,000 റിയാലൊക്കെ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും സാലറി വേണം എന്നുള്ളൊരു ഇതില്ല. നമുക്ക് ഏതെങ്കിലും വേറെ ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി തരും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇതിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ മറ്റുള്ള ബാങ്കുകളെക്കാളും എനിക്ക് തോന്നുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നല്ല ഓഫർ ആയിരിക്കും ഇതിൽ. കാരണം അവർ തന്നെ പറയുന്ന ഒരുപാട് ഓഫറുകൾ ഇതിൽ ഈ ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കുന്നുണ്ടെന്നാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 2 വർഷം വരെ നമുക്ക് ഫ്രീ ആണ്. 2 വർഷത്തിൽ നമുക്ക് ഒരു കാശ് നമ്മളിരുന്ന് ഇവർ പിടിക്കില്ല ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട്. പിന്നെ ഓരോ വർഷത്തിലും നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം, അതായത് ഒരു വർഷം, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തില്ല, ആ ക്രെഡിറ്റ് കാർഡിന് നമ്മളെടുത്ത് വർഷത്തിൽ 200 റിയാൽ ഇവർ മേടിക്കുന്നുണ്ട്. വർഷത്തിൽ 200 എന്നാണ് ഞാൻ സംസാരിച്ചപ്പോഴേക്കും മനസ്സിലായത്. ഇനി മാസത്തിലാണോ വർഷത്തിലാണെന്ന് അറിയില്ല. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതാം, ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം എമിറേറ്റ്സ് ബാങ്ക്, NBD എന്നുള്ള ബാങ്ക് ഇപ്പോൾ ഒരുവിധ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കമൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. 1 വർഷം എന്നാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 200 റിയാൽ വെച്ച് അവർ കട്ട് ചെയ്യും. പിന്നെ വേൾഡ് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ദുബായിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എമിറേറ്റ്സിൻ്റെ ഒരു കൂടിയ ബാങ്കാണ്. ഒരുപാട് നമുക്ക് പർച്ചേസിംഗ് ഒക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ എത്ര എമൗണ്ട് വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,000 റിയാൽ സാലറി ഉണ്ട്, അല്ലെങ്കിൽ 4,000 റിയാൽ സാലറി ഉണ്ട്. ആ 4,000 ഡബിൾ സാലറി, അവർ പറയുന്നത് ഡബിൾ സാലറി. അപ്പോൾ അതായത് 4,000 8,000 റിയാൽ, 8,000 റിയാലിൻ്റെ പർച്ചേസ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഓരോ അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓരോ പർച്ചേസിനും നമുക്ക് 10% ക്യാഷ് ബാക്ക് ഉണ്ട്. അതായത് നമ്മൾ 5,000 റിയാലിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 500 റിയാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ അറിയാവുന്ന ഒരുവിധം ക്രെഡിറ്റ് കാർഡുകളൊന്നും ഈ ഓഫർ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒത്തിരി ഇവരെ സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒത്തിരി പർച്ചേസിങ് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുഡുകളായാലും ട്രാവലായാലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും നമുക്ക്
ഇതിൽ ഈ ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഇതിൽ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് കൂടുതലൊന്നും വേണ്ട. നമ്മുടെ പാസ്പോർട്ട് കോപ്പി, ഇക്കാമയുടെ കോപ്പി, പിന്നെ നമ്മളെ ഗോസിയുടെ ഒരു പ്രിന്റ് ഔട്ടും ഇതുമാണ് അവർ ആവശ്യപ്പെടുന്നുള്ളൂ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കൂടുതൽ കാശിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ക്രെഡിറ്റ് കാർഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അതിനൊന്നും ഇവർ കാശ് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഡിഡക്ഷനൊന്നും ഇല്ല. യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം 200 റിയാല് നമ്മൾ ഇപ്പോൾ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്തു, പിന്നെ അടുത്ത വർഷം നമ്മൾ യൂസ് ചെയ്തില്ല, അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളടുത്ത് 200 റിയാൽ കട്ടാക്കും. അതല്ല എല്ലാ വർഷവും നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ മാസം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഒന്നും കട്ടാക്കില്ല. ഇതിന് നമുക്ക് പോയിന്റുകൾ കയറും. അതാണ് ഏറ്റവും വലിയൊരു ഇത്. പോയിന്റുകൾ ഇതിൽ കയറുന്നുണ്ട്. ഇങ്ങനെയുള്ള പൈസകൾ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5000 റിയാൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സാധനം മേടിച്ചിട്ട് അവരെടുന്ന പൈസ മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോണസും കിട്ടും, ക്യാഷ് ബാക്കും കിട്ടും, നിങ്ങൾക്കൊരു മെച്ചാണ്. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കളിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ലതാണ്. അല്ലാതെ പോയി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുടുങ്ങി പോകും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ കൂടുതൽ കളിക്കുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിൻ്റെ കുറച്ച് ഓഫേഴ്സും നമ്മൾ ബെനിഫിറ്റും കൂടി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഇതിലൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കാരണം ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തോളാം. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് എന്തുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് ആരെങ്കിലും മെസ്സേജ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനൊരു വീഡിയോ ചെയ്യാൻ നിൽക്കണം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ ഞാൻ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാനത് ഇതിലൂടെ തന്നെ ആദ്യം ഞാൻ പറയുകയാണ്. ഇനി എമിറേറ്റ്സ് NBDയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും എങ്ങനെയാണ് ഡൗൺലോഡ് ആക്കുക നോക്കാം. പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് നിങ്ങളവിടെ സെർച്ച് ചെയ്യുക, അത് ഡൗൺലോഡ് ആക്കുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ അലോ കൊടുക്കുക, ലൊക്കേഷൻ അലോ കൊടുത്തതിന് ശേഷം അവർ ഇതെല്ലാം അലോഡ് കൊടുക്കുക. പിന്നെ അടുത്തത് ക്രിയേറ്റ് കൊടുക്കുക, വീണ്ടും എനബിൾ ചോദിക്കുമ്പോൾ എനബിൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് എമിറേറ്റ്സ് NBDയുടെ ഓപ്പൺ ആവുക. യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് നമ്മളെടുത്തില്ല. അപ്പോൾ കാർഡ് ഉണ്ട്, നമ്മൾ ATM കാർഡ്. അപ്പോൾ അതിനുള്ളിൽ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്, കാർഡിൻ്റെ നമ്പർ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കാർഡിൻ്റെ മീതെ വരുന്ന നമ്പർ, നിങ്ങൾ എത്ര നമ്പറാണ്, 17 നമ്പറോ 16 നമ്പറോ വരുന്നത്, അത് കൊടുത്തിട്ട് നമ്മൾ ഇക്കാമ നമ്പറും കൂടി കൊടുത്തതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അത് വായിച്ച് നോക്കുക, സമയമുള്ളവർക്ക് വായിച്ച് നോക്കുക. അതിൻ്റെ അടിയിലൊരു നീല ബട്ടൺ കാണുന്നുണ്ടോ, അത് വലത്തോട്ട് സ്ലൈഡ് കൊടുക്കണം. സ്ലൈഡ് ചെയ്ത് കൊടുത്താലാണ് അത് കണ്ടിന്യൂ ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത വരും ലെറ്റ്സ് യുവർ ഇമെയിൽ ID വെരിഫിക്കേഷൻ വരും. നമ്മൾ കൊടുത്ത ഇമെയിൽ IDക്ക് ഒരു OTP ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കുക, വെരിഫൈ ആക്കുക. ഫോൺ നമ്പർ കൊടുക്കുക, അതിലേക്ക് ഒരു OTP വരും, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ഇതിൽ ഈ ആപ്ലിക്കേഷനിൽ വെരിഫൈ ആവും. അടുത്തത് വീണ്ടും മെയിലിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൽ വെരിഫിക്കേഷൻ ആവുള്ളൂ. ഇനി വീണ്ടും ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ വീണ്ടും ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കൊടുക്കുക. വീണ്ടും ആ നമ്പർ OTP വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അത് ആദ്യം എൻ്റെ ഫെയിലായിട്ടുണ്ടായിരുന്നു മെയിൽ ID കൊടുത്തത്. അപ്പോൾ അത് രണ്ടാമത് കൊടുക്കുമ്പോൾ വീണ്ടും മൊബൈൽ നമ്പർ അവർ കൊടുക്കാൻ പറഞ്ഞതാണ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം വന്നത്. പിന്നെ ഇതിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫോണിലേക്ക് OTP വന്നുകൊണ്ടിരിക്കും. നമ്മുടെ യൂസർ നെയിമാണ് ഈ കാണുന്നത്, അടിയിലുള്ള യൂസർ നെയിം, അതാണ് നമ്മുടെ യൂസർ നെയിം. അത് ശ്രദ്ധിക്കുക. നമ്മളിതിൽ കൊടുക്കുന്ന, ബാങ്കിൽ കൊടുക്കുന്ന ഇമെയിൽ IDയുടെ അതേ യൂസർ നെയിം ആയിരിക്കും ഇതിലും നമുക്ക് യൂസർ നെയിം വരിക. ഈ ആപ്ലിക്കേഷൻ തുറക്കാനുള്ള യൂസർ നെയിം. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇനി. അപ്പോൾ ഇതാണ് എൻ്റെ യൂസർ നെയിം. അപ്പോൾ പാസ്വേഡ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവർ ചോദിക്കുന്നുണ്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് ഉണ്ടാക്കും, പാസ്വേഡ് യൂസർ നെയിം കറക്റ്റ് എഴുതി വയ്ക്കുക. ഞാനിതിൽ യൂസർ നെയിം കൊടുത്തപ്പോൾ ആദ്യം അത് മറന്നുപോയി. പിന്നെ രണ്ടാമത് നമ്മൾ ഫോർഗറ്റ് യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ അടിയിലുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇക്കാമ നമ്പറും മൊബൈൽ നമ്പറും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു യൂസർ നെയിം അവർ സെൻഡ് ചെയ്ത് തരും. അത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ എൻ്റെ യൂസർ നെയിം കൊടുത്തു, പാസ്വേഡും കൊടുത്തു. അപ്പോൾ അത് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് നമ്മൾ വെരിഫൈ ചെയ്യുക. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ആപ്ലിക്കേഷൻ നമ്മുടെ ക്രിയേറ്റ് ആവും. നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഇതിലെല്ലാം നമ്മൾ അലൗഡ് കൊടുക്കുക. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ഓരോ ഓപ്ഷൻസാണ്. അത് നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. അതിൽ ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നതാണ്. ഞാൻ ഇതിലും കൂടി ഉൾപ്പെടുത്തി എന്നുള്ളൂ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതാണ് ആ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും കാണാൻ വലിയ ഗുണമൊന്നുമില്ല. എന്നാലും സംഭവം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അത് അന്വേഷിച്ച് അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.